നമസ്കാരം. ശീലം മാറുന്നില്ല. മന്ത്രിസ്ഥാനവും MLA പദവിയും നഷ്ടമായിട്ടും എല്ലാ ദിവസവും മാധ്യമങ്ങൾക്ക് മുന്നിൽ വി ശിവൻകുട്ടി. ചാനൽ പ്രവർത്തകർക്കും തലവേദനയെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. മന്ത്രി പദവി നഷ്ടമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ MLA പദവിയും ഇല്ല. എന്നാൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു ശീലം മാത്രം ഇന്നും മാറിയിട്ടില്ലെന്നാണ് തലസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ. എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് മുൻപായി മാധ്യമങ്ങളെ കാണുകയും വിവിധ വിഷയങ്ങളിൽ പ്രതികരിക്കുകയും ചെയ്യുകയാണ് ശിവൻകുട്ടിയുടെ പ്രധാന പതിവ് തന്നെ. മന്ത്രിയായിരുന്ന കാലത്തും ഇത്തരത്തിൽ ദിവസേന മാധ്യമങ്ങളെ കാണാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ യാതൊരു ഔദ്യോഗിക പദവിയും ഇല്ലാത്ത സാഹചര്യത്തിലും അതേ രീതിയിലാണ് തുടരുന്നത് എന്നാണ് മാധ്യമപ്രവർത്തകർ പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ടെലിവിഷൻ ചാനൽ റിപ്പോർട്ടർമാരെയും ക്യാമറാമാൻമാരെയാണ്. രാവിലെ തന്നെ ശിവൻകുട്ടി എവിടെയാണെന്ന് അന്വേഷിച്ച് ക്യാമറയുമായി പോകേണ്ട അവസ്ഥയാണെന്നാണ് ചിലരുടെ പരാതി. ചില ദിവസങ്ങളിൽ CITU ഓഫീസിൽ, ചിലപ്പോൾ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപം എന്നിങ്ങനെ സ്ഥലങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഭരണം, രാഷ്ട്രീയം, ദേശീയ വിഷയങ്ങൾ, സംസ്ഥാനത്ത് നടക്കുന്ന ഏത് സംഭവങ്ങൾ, മഴ, കേന്ദ്ര സർക്കാർ പദ്ധതികൾ എന്നിങ്ങനെ എല്ലാത്തിലും പ്രതികരണം. അങ്ങനെ ഏതൊരു വിഷയത്തിലും രാവിലെ തന്നെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് മാധ്യമപ്രവർത്തകർ പറയുന്നത്. വലിയ വാർത്തകളില്ലാത്ത ദിവസങ്ങളിലും എന്തെങ്കിലും വിഷയത്തിൽ പ്രതികരിച്ച് വാർത്താ ചർച്ചകളിൽ ഇടം നേടുക എന്നതാണ് ലക്ഷ്യമെന്നും വിമർശനം ഉയരുന്നുണ്ട്. തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ ഇപ്പോൾ ഇതൊരു സ്ഥിരം ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ചിലർ തമാശയായി പറയുന്നത് രാവിലെ ശിവൻകുട്ടിയുടെ ബൈറ്റ് എടുത്ത ശേഷമാണ് മറ്റു പണികൾ തുടങ്ങുന്നത് എന്ന് തന്നെയാണ്. ഈ രീതിയിൽ വിമർശനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടെ ഈ പ്രതികരണശീലം പ്രതിപക്ഷത്തേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് CPM അനുകൂല മാധ്യമങ്ങളെയാണെന്ന തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. പരിമിതമായ ക്യാമറ സംഘങ്ങളും വാഹനങ്ങളുമായി പ്രവർത്തിക്കുന്ന പാർട്ടി ചാനലുകൾക്കും എല്ലാ ദിവസവും ഈ വാർത്താ സമ്മേളനത്തിൽ കവർ ചെയ്യേണ്ട ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രധാന രാഷ്ട്രീയ വിഷയങ്ങൾ ഉണ്ടായാൽ ശിവൻകുട്ടി ഉടൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്താറുണ്ട്. അതില്ലെങ്കിൽ മറ്റ് വിഷയങ്ങളിലും പ്രതികരണം നടത്താറുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. PM ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ശിവൻകുട്ടി തുടർച്ചയായി അഭിപ്രായം പറയുന്നതും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇതോടെ മുൻ മന്ത്രിയുടെ ദിവസേനയുള്ള വാർത്താ സമ്മേളനങ്ങൾ സംബന്ധിച്ച് പാർട്ടി നേതൃത്വം ഇടപെടണമെന്നാണ് ചില മാധ്യമ പ്രവർത്തകർ ആവശ്യപ്പെടുന്നതും സംസാരിക്കുന്നതും. അതേസമയം ഈ വിഷയത്തിൽ വി ശിവൻകുട്ടിയോ CPM നേതൃത്വമോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഇതുവരെ. മന്ത്രിയോ MLA അല്ലാത്ത ഒരാൾ ദിവസേന വാർത്താ സമ്മേളനം നടത്തി എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം പറയുന്നത് മാധ്യമങ്ങളുടെ വിലപ്പെട്ട സമയവും വിഭവങ്ങളും അനാവശ്യമായി ചെലവഴിപ്പിക്കുന്നു എന്ന പൊതുവായ ആരോപണം ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള വാർത്തകൾ കവർ ചെയ്യേണ്ട സമയത്താണ് ഒരേ വ്യക്തിയുടെ സ്ഥിരം പ്രതികരണങ്ങൾ ചിത്രീകരിക്കാൻ ചാനൽ പ്രവർത്തകർ ഓടേണ്ടി വരുന്നത്. പൊതുജീവിതത്തിൽ സജീവമായി തുടരുന്നത് തെറ്റല്ലെങ്കിലും എല്ലാ ദിവസവും വാർത്തകളിൽ നിറയാനുള്ള ഈ ശ്രമം ഒടുവിൽ വാർത്തകളുടെ ഗൗരവം തന്നെ കുറയ്ക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുമെന്ന് വിമർശകർ പോലും വിലയിരുത്തി തുടങ്ങി.